വിനീതേട്ടാ, ഷാനിക്ക, ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വരികയാണ്. ഞാനൊരു വീഡിയോ കാണിക്കാൻ പോവാണ്. അതിനു മുന്നേ രണ്ടുപേരും ഫ്ലോറിൽ വരണം. ഒന്നും ആലോചിക്കരുത്, വരണം. ആ, അയ്യോ, ഈ ബിജെപിയിൽ ഇവർ രണ്ടുപേരും കൂടെ നടന്നു വരുമ്പോ എന്താ ഫീൽ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. ഇപ്പൊ ദാ ഈ ബലൂണില് 3 വേർഡ്സ് ഉണ്ട്: താങ്ക്സ്, ലവ് ആൻഡ് സോറി. നമ്മളുടെയൊക്കെ ലൈഫില് നമുക്ക് ചിലരോട് പറയാൻ പറ്റാതെ പോയ കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. പറയണം എന്ന് വിചാരിച്ചിട്ട് നമ്മള് അത് പറയാതിരുന്ന കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. നമ്മൾ പറയണമെന്ന് വിചാരിക്കും, പിന്നെ നമ്മളൊരിക്കും അയ്യോ വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ച കാര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടാവാം. ഷാനികയ്ക്ക് ഇതില് 3ലും ഏത് വേണോ പിക്ക് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ആണ് പിക്ക് ചെയ്തിട്ടുള്ളത്. എന്തിനാണ്, ആരോടാണ് താങ്ക്സ് പറയേണ്ടത് ഷാനിക്കയ്ക്ക്? എനിക്ക് താങ്ക്സ് ആദ്യം പറയാനുള്ളത് എനിക്ക് മ്യൂസിക്കിനോടാണ്. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എനിക്ക് വിനീതിനോടാണ്. കാരണം ഞാനിന്ന് എന്താണോ അതിന് കാരണക്കാരെന്ന് പറയുന്നത് വിനീതാണ്. ഞാനിപ്പം അഗൈൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ മ്യൂസിക്കിൻ്റെ ഫീൽഡിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ചിലപ്പോൾ പ്രോഗ്രാമറായിട്ടോ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറായിട്ടോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനാക്കിയത് വിനീതാണ്. അപ്പം അത് ഞാൻ ഒരിക്കലും അങ്ങനെ താങ്ക്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, നമ്മളങ്ങനെ എടാ താങ്ക് യുടാ നമ്മളങ്ങനെ അത് പറഞ്ഞാൽ തന്നെ അതൊരു വൃത്തികെട്ട ഒരു ഫോർമാലിറ്റിയാണ്. നമ്മുടെ ഫസ്റ്റ് പലവട്ടം എന്ന് പറഞ്ഞ ആൽബം തൊട്ട് ഇപ്പം അവസാനത്തെ കരം വരെ നോക്കുമ്പോൾ അതൊരു ഭയങ്കര ജേണിയാണ് ഞാനും അവനും തമ്മിൽ ഉണ്ടായത്. എനിക്കൊരിക്കലും ഇപ്പം അവനോട് കടപ്പാടുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ കാല് തല്ലി ഓടിക്കും. അത് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ അവന് തമ്മിൽ. കാരണം നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും സിംഗിളായിരുന്നു. നമ്മൾ രണ്ടുപേരും ഫീൽഡിൽ ഇങ്ങനെ തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നു, ഷോസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ട് അവൻ. അത് പാറുവിനും അറിയാലോ. അപ്പൊ അതുകൊണ്ട് അവന് താങ്ക് യു അളിയ. ഇപ്പൊ കാണുമ്പോ ഭയങ്കര ഇമോഷണൽ ആവുന്നല്ലേ? ഇവന് ഇത്രയും നന്ദിയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് കരച്ചില് വരുന്നു ഇത് കണ്ടിട്ട്. ഇപ്പൊ അന്ന് നമ്മളിത് കഴിഞ്ഞപ്പോ ഇപ്പൊ ഇത് കാണുമ്പോ ഭയങ്കര ഫീൽ അല്ലേ? സത്യം, എനിക്കും കരച്ചില് വന്നു. എനിക്ക് ശരിക്കും കരച്ചില് വന്നു. പാറു കരഞ്ഞു. പാറു ഓക്കെ വിനീതേട്ടാ, ഞാൻ ഓക്കെ. നീ പാടും ഗാനം കേൾക്കാൻ കാതോർക്കയാണീ ലോകം, പുകളെല്ലാം നേടൂ നീ എൻ തോഴ. ഇനി ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ? ഇഷ്ടമല്ല, എന്നാലും വേണ്ട, ആയിക്കോട്ടെ. ഇത് ഭയങ്കര ഉള്ളീന്ന് ഭയങ്കര മനസ്സറിഞ്ഞ് പറഞ്ഞതാണ് ഷാനിക്ക. അത് കാണുമ്പോ നമുക്കറിയാലോ. ഇനി വിനീതേണ്ട ഒരു മറുപടിയാണ് ഞങ്ങൾക്ക്. കൈ കെട്ടി നിൽക്കുക, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ് അല്ലേ? ലൈഫിൽ പല സിറ്റുവേഷൻസിലും നമ്മൾ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ പല സംഗതികളും നമ്മൾ ഒരുമിച്ചാണ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. പാർവതി, ഞാനും ഇവനും നമ്മൾ ഫസ്റ്റ് പടം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ അന്ന് വരെ ഒരു മിക്സിംഗ് സ്റ്റുഡിയോ കണ്ടിട്ടില്ല. ഞങ്ങൾ മിക്സിംഗ് സ്റ്റുഡിയോയിലേക്ക് കയറുന്നത് ഞങ്ങളുടെ പടം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സെഷൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ച്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേണിംഗ് ഒരുമിച്ചായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് ഒരുമിച്ചായിരുന്നു. അതൊരു ജേർണി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളത് ഫ്യൂച്ചറിൽ ഷാൻ അഭിനയിക്കുന്ന
എൻ്റെ സിനിമകളിൽ ഷാൻ അഭിനയിക്കണം എന്നും കൂടെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ അതിരടിയിൽ അല്ല, അതിന്റെ മാറ്റങ്ങൾ ഇവിടെ കണ്ടു തുടങ്ങി. ഇപ്പൊ ആക്ടിവിറ്റീസ് കൂടി ഇവിടെ. അതിരടിക്ക് ശേഷം ഇവിടെ കോൺഫിഡൻസ് ഒക്കെ കൂടി. അതിരടിയുടെ സമയത്ത് ഓർമ്മയുണ്ടോ, ആക്ടർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് മിറർ സെൽഫി ഒക്കെ എടുത്തിട്ട് അതെ, അത് കഴിഞ്ഞൊരു 5 ദിവസം ഷൂട്ടില്ലായിരുന്നു. ഇല്ല, പക്ഷെ ഇതിന്റെ കോമഡി എന്താണെന്നറിയാം, ഈ തെണ്ടി അതായത് ഞാൻ, കാരണം എനിക്കിതൊക്കെ പുതുതാണല്ലോ. കാരവാൻ, അതുപോലെ പിന്നെ ജ്യൂസ് വരുന്നു, പ്രൊഡക്ഷൻ ഫുഡ് വരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാരവാൻ ഷാനക്ക ഓക്കെ അല്ലേ, ഓക്കെ ആണ്. എന്നിട്ട് ഞാനപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് ആക്ടർ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് ഇട്ടിട്ടങ്ങ് പോയി. എന്നിട്ട് ഞാൻ ലൊക്കേഷനിലേക്ക് വന്നു. ലൊക്കേഷനിലേക്ക് വന്നപ്പം ടോവി, ചേട്ടാ എങ്ങനെ പോകുന്നു ആക്ടർ ലൈഫ്? അപ്പൊ ഞാൻ എല്ലാരും ആ സെൽഫി ശ്രദ്ധിച്ച് ഇവനെ കാണിച്ചു കൊടുത്തത് അതല്ലേ പറയുന്നത് അറിയാന്ന്. എന്നിട്ട് ഞാൻ എന്ത് പറ്റി, ഇത് പെട്ടെന്ന് ആക്ടർ ലൈഫ് ഓക്കെ പോട്ടെ. എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോ കുറച്ച് കഴിയുമ്പോൾ ബേസി ഷാനക്ക എങ്ങനെയുണ്ട്, ഞാൻ ഇവിടെ കുഴപ്പമില്ല, ആക്ടർ ലൈഫ്. അപ്പൊ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇവൻ അളിയാ നിന്റെ ആക്ടർ ലൈഫ് ഞാൻ ഫ്ലാഷ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര മാറ്റമുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ ആക്റ്റീവായി കുറെ സീനൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശങ്കരൻ തമ്പിയും നാഗവല്ലിയൊക്കെ ഞാൻ കണ്ടിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ വിനീതേട്ടാ, എന്തായാലും ഇപ്പൊ ഒരു സ്പെഷ്യൽ മൊമെന്റ് നമ്മൾ കണ്ട സ്ഥിതിക്ക് ഷാനിക്ക കമ്പോസ് ചെയ്ത അനുരാഗത്തിന്റെ വേളയിൽ എന്ന് പറഞ്ഞ പാട്ട് വിനീതേട്ടൻ ഒന്ന് പാടിത്തരണം. ഓക്കെ വിനീതേ, ഇത് ഈ ആക്ടർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ തട്ടി പുറത്തൊക്കെ തട്ടി, അതെ, അത് കഴിഞ്ഞ് 5 ദിവസം ആക്ടിങ് ഒന്നും ഇല്ലായിരുന്നു, അതെ അതെ, വീട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നിൽക്കുന്ന നിപ്പ് നോക്ക്, ഒരു വേറൊരു സ്റ്റൈലല്ലേ, കണ്ടില്ലേ? അതെ, ഒരു മോഹൻലാലാണോ ചെറിയ അതോ ഒരു ലാലു അലക്സ് ആണോ? വളർത്തരുത് കേട്ടോ, ഫ്രണ്ടൊക്കെയാ. പക്ഷെ ഈ നേരത്തെ ഉള്ള ആ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, സത്യം ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി എനിക്ക്. കാരണം അദ്ദേഹം മനസ്സിന്ന് പറഞ്ഞു കേട്ടോ. പാറു കരഞ്ഞതിൽ അർത്ഥമുണ്ട്. കാരണം അത് കണ്ടപ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചു ആദ്യം എന്തോ ഒരെണ്ണം ഒരു ബലൂൺ എടുത്ത് വെച്ച് തുടങ്ങാൻ പോവാന്ന് വിചാരിച്ചു. പക്ഷേ പറഞ്ഞത് വളരെ ഇമോഷണലായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് വിനീത് അങ്ങോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു തിരിച്ച് രണ്ടുപേരും കൂടെ നോക്കുമ്പോൾ അളിയാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ വിനീത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു, ഇവൻ ഇങ്ങനെയൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയൂ. അതാണ് യഥാർത്ഥ സുഹൃത്ത്. എന്നാലും ദ വേ യു സെഡ് അത് കാണുന്നവർക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. വളരെ ടച്ചിങ് ആയിരുന്നു. വിനീതേട്ടാ, എന്തായാലും ഇപ്പൊ നല്ലൊരു സ്പെഷ്യൽ മൊമെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഷാനിക്ക കമ്പോസ് ചെയ്ത അനുരാഗത്തിന്റെ വേളയിൽ ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് ഇപ്പൊ കേൾക്കണം.
സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാർദ്രം ഉലയുന്നുണ്ടിൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം ഇനി എൻ്റെ മാത്രം അനുരാഗത്തിൻ വരമായി വന്നൊരു മനമേ നീ പ്രേമാർദ്രം. ബ്യൂട്ടിഫുൾ. So nice. Super.